പോത്തൻസിസ്റ്റയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടേസ്റ്റുള്ള ഉണക്കച്ചെമ്മീൻ മാങ്ങാക്കറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പോളം ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയും വാലും ഒക്കെ നന്നായിട്ട് കിള്ളി കളഞ്ഞതാണ്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം അധികം കുതിർന്നു പോകാതെ വേണം നമ്മളിതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ചെറു ചൂടുള്ളപ്പോൾ തന്നെ ഇതേപോലെ ഒരു പാത്രം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടോ നമുക്കിതുപോലെ ഒന്ന് പൊടിച്ചു കൊടുക്കണം. ഇപ്പം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2 ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ഉപയോഗിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി മാങ്ങ മുറിച്ചെടുക്കാം. അപ്പം 2 മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ വേണ്ടിയിട്ട്. അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ 1 മാങ്ങ മതിയാവും. ഇതിപ്പോൾ കുറച്ച് പുളി കുറവാണ്, അതുകൊണ്ട് ഞാൻ 1 മാങ്ങയും പിന്നെ അതിൻ്റെ ഒരു കുറച്ച് ഭാഗം കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം. മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 4-5 പച്ചമുളകും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് എരിവനുസരിച്ച് ഇടുക. ഇതിനകത്ത് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാങ്ങയുടെ തൊലിയോട് കൂടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഇടുമ്പോഴേക്കും മാങ്ങ കൂടുതൽ അലിഞ്ഞു പോകുന്ന മാങ്ങയാണെങ്കിൽ തൊലി ഇടുമ്പോഴേക്കും അതങ്ങ് ഒത്തിരി ഉടഞ്ഞു പോകാതെ ഇരിക്കും. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാങ്ങയൊന്ന് വേവിച്ചെടുക്കണം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറും കൂടെ കഴുകി ആവശ്യത്തിന് നമുക്ക് വേണ്ട ഗ്രേവിക്ക് ഉള്ള വെള്ളം നമ്മൾ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് ചൂടായി വരുമ്പോഴനുസരിച്ച് നന്നായിട്ട് കുറുകി കിട്ടും. അപ്പോൾ ഇനിയൊരു ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിളച്ചു പോകും. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്നും മാറത്തില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കറി ചൂടായി വരുന്നതനുസരിച്ച് ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിള വരാറായിട്ടുണ്ട്. അപ്പോൾ തിള വരുന്ന സമയത്തിലേക്ക് നമുക്ക് ഉണക്കച്ചെമ്മീൻ പൊടിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ നമ്മളിങ്ങനെ പൊടിച്ച് ചേർക്കുന്നതുകൊണ്ട് അത് കൂടുതൽ വേവിക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ആ കറിയിലേക്ക് കിട്ടിക്കോളും. അപ്പോൾ ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. ഇനി നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും കുറച്ച് ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുക്കാം.
ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം കറിവേപ്പില ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ കറിവേപ്പില ഇടുമ്പം നല്ല ഫ്ലേവർ ആയിരിക്കും കറിക്ക് കിട്ടുന്നത്. ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.